തമിഴിൽ റീസെൻ്റായിട്ട് ഇറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ സിനിമ, അതും കണ്ടവരെല്ലാം ഭയങ്കര അഭിപ്രായം പറഞ്ഞൊരു സിനിമ. ഞാനാണെന്ന് തോന്നുന്നു ഈ സിനിമ അവസാനമായിട്ട് കാണുന്നത്. ബ്ലാക്ക്, ആംസ്റ്റർ പ്രൈമിൽ സിനിമ അവൈലബിൾ ആണ്. ഒരു സയൻസ് ഫിക്ഷൻ സിനിമയാണ്. ഇപ്പം ഡാർക്ക് മാറ്റർ, ഡാർക്ക് അങ്ങനെയുള്ള സിനിമകൾ അല്ലെങ്കിൽ സീരീസുകളൊക്കെ കണ്ട് കിളി പറക്കുന്ന സിനിമകളും സീരീസുകളും ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും. സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് KG ബാലസുബ്രഹ്മണ്യമാണ്. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ജീവയും പ്രിയ ഭവാനി ശങ്കറുമാണ്. ഈ സിനിമ ഒരു ഫ്രഷ് കണ്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഇതൊരു റീമേക്ക് അല്ലെങ്കിൽ ഇൻസ്പയർഡ് ബൈ സിനിമയാണ്. 2013 ഇറങ്ങിയ ജെയിംസ് വാട്ട് ബ്രിക്കറ്റിൻ്റെ കൊഹിറൻസ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു തമിഴ് വേർഷനാണിത്. പക്ഷേ അതിനെ തമിഴിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസകരമായിട്ടാണ്. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഒരു രക്ഷയുമില്ല. ഒരു സയൻസ് ഫിക്ഷൻ സിനിമയ്ക്ക് വേണ്ടത് എന്താണോ അത് പ്രോപ്പറായിട്ട് ഒരു ഹോളിവുഡ് ലെവലിൽ നമ്മൾ പല സിനിമകളിലും സീരീസുകളിലും കണ്ട് അല്ലെങ്കിൽ കേട്ടിട്ടുള്ള എന്ന് തോന്നിപ്പിക്കുന്ന പോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെയാണ് ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ്. പ്രൊഡക്ഷൻ കോസ്റ്റാണ്. അത് വളരെ മിനിമലിസ്റ്റിക്കായിട്ട് ഒരു സയൻസ് ഫിക്ഷൻ സിനിമ എങ്ങനെ എടുക്കണം എന്ന് ഈ ഒരു സിനിമ കാണിച്ചിട്ടുണ്ട്. വലിയ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒന്നുമില്ല. അങ്ങനെ ഒരുപാട് സാധനം സത്യം പറഞ്ഞാൽ ഒരു ടൗൺഷിപ്പാണ് ഇതിനകത്ത് മെയിനായിട്ട് സിനിമയിൽ കൂടുതലും കാണിക്കുന്നത്. ഒരു ടൗൺഷിപ്പ് ആൾതാമസം ഇല്ലാത്ത ടൗൺഷിപ്പ്. അവിടെ ഈ പറഞ്ഞ നായകനും നായികയും വന്ന് താമസിക്കുന്നു. അവിടെ ഒരു നൈറ്റിൽ കുറച്ച് മണിക്കൂറുകളിൽ നടക്കുന്ന സ്റ്റോറി. അപ്പം നായകൻ വസന്തും നായിക അരണ്യയുമാണ്. ഇവർ ഒരു വെക്കേഷന് വേണ്ടി വന്ന് താമസിക്കുന്നതാണ്. കുറേ പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ഇവരിവിടെ വന്ന് താമസിക്കുന്നത്. ഈ ഒരു സിനിമ ബേസിക്കായിട്ട് 60 വർഷത്തെ സ്റ്റോറിയാണ് പറയുന്നത്. അപ്പം സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് 1964 ഇതേ സെയിം പ്ലേസിൽ കുറച്ച് ഇൻസിഡൻറ്റ് നടക്കുന്നു, അല്ലെങ്കിൽ 3 ഫ്രണ്ട്സ് വരുന്നു, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഒരു പ്രശ്നം നടക്കുന്നതും അവിടെ ഇതേപോലെ ഒരു ടൈം അല്ലെങ്കിൽ പാരലൽ ടൈം ലൈനിൻ്റെ ഒരു ഇഷ്യൂ നടക്കുന്നതാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അന്നേരം നമുക്ക് മനസ്സിലാവില്ല, ആർക്കും മനസ്സിലാവില്ല. പിന്നീട് ഈ ഒരു 60 വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു 2024 ഈ വസന്തും അരണ്യം അവിടെ വരുന്നു. ഈ ടൈം ലൈൻ ട്രാവൽ നടക്കാനുള്ള കോമൺ ആയിട്ടൊരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും നടക്കുന്നത് ഒരു ബ്ലൂ മൂൺ ഡേയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ബ്ലൂ മൂൺ വരുന്ന സമയത്താണ് ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആവുന്നത്, അല്ലെങ്കിൽ പോർട്ടൽ ട്രിഗർ ആവുന്നതെന്നുള്ളതും ഇതെന്തുകൊണ്ടാണെന്നുള്ളത് പണ്ട് ബ്രിട്ടീഷുകാർ അവിടെ എന്തോ എക്സ്പെരിമെൻ്റ് നടത്തി അങ്ങനെയുള്ള കുറച്ച്, അതായത് ബേസിക്കായിട്ടുള്ള ഒരു തിയറി നമുക്ക് തരുന്നുണ്ട് സിനിമയിൽ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പം ഭയങ്കര അൺഇൻറ്റൻഷനലായിട്ടാണ് ഇവർ ഈ ഒരു ടൈം ലൈൻ ട്രാവൽ നടത്തുന്നത്. അതായത് ഇതിനകത്തെ ക്യാരക്ടേഴ്സ് പോലും മനസ്സിലാക്കുന്നില്ല ഇവർ ഈ ഒരു ടൈം ലൈൻ ട്രാവൽ നടത്തി, അല്ലെങ്കിൽ ഇവരിപ്പം നിൽക്കുന്നത് ഇവരുടെ ഒറിജിനൽ റിയാലിറ്റിയിലല്ല എന്നുള്ളത്. ഒരു കുറേ ടൈമിലേക്ക് അപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു നമ്പർ ഓഫ് ടൈംസ്, അല്ലെങ്കിൽ ഒരു 10-20 വട്ടമെങ്കിലും ഇവർ പല ടൈം ലൈനിലേക്ക് പോയി കാണും. അപ്പം അവിടുന്ന് തിരിച്ച് ഒറിജിനൽ ടൈം ലൈനിലേക്ക് വരിക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇതിനെ പറ്റിയിട്ട് യാതൊരു ഐഡിയയും ഇല്ലാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ തന്നെ ഈ ഒരു ടൈം ലൈൻ പാരലൽ യൂണിവേഴ്സൊക്കെ ഭയങ്കര മെസ്റ്റ് ഓഫ് സ്റ്റഫാണെന്ന് നമുക്കറിയാം. ഇതിപ്പോൾ അത്ര ഭയങ്കര ബുദ്ധിജീവികളായ സയൻറ്റിസ്റ്റുമാർ വരെ കടന്ന് കിളി പറക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഡാർക്ക് മാറ്ററിൽ നമ്മൾ കണ്ടതാണ്. അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് അതിനകത്ത് അത് പറഞ്ഞിട്ടുണ്ട്. അതിനെ വളരെ സിമ്പിളായിട്ട് അതിനകത്ത് കാണിക്കുന്നു. അപ്പം ഒരു സമയത്ത് ഈ വസന്തും അരണ്യം 2 വഴിക്കായി പോകുന്നു, 2 ടൈം ലൈനിലായി പോകുന്നു. അതിനുശേഷം അരണ്യം കണ്ടുപിടിക്കാനായിട്ട് വസന്ത് പോകുന്നതാണ് സിനിമയിൽ പറയാനായിട്ട് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ അത് ഭയങ്കര ഡിഫറൻ്റായിട്ട് അതിനെ എങ്ങനെ പറയണം എന്നുണ്ട്. അതായത് ഒരു നോൺ ലീനിയറായിട്ട് അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് പറയുക. ഓരോ ടൈം ലൈൻ ട്രാവൽ ചെയ്യുമ്പോഴും ടൈം ബാക്കിലോട്ട് വരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ച് നമ്മളെ കുറച്ച് കൺഫ്യൂസിങ് ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഡാർക്ക് മാറ്ററൊക്കെ കണ്ടവർക്ക് ഇതൊരു സിമ്പിൾ സ്റ്റോറി ആയിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് ഡാർക്ക് മാറ്റർ റീസെൻ്റായിട്ട് കണ്ട സമയത്ത് പലരും ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് ചില സമയത്ത് നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അങ്ങനെയൊന്നുമല്ല, ഇത് വളരെ സിമ്പിളായിട്ട് പോകുന്നു. ഒരു ബ്ലാക്ക് ഷെയ്ഡ് അത് പോകുന്ന വഴിക്ക്, ഇപ്പോൾ സ്ട്രീറ്റിലാണെങ്കിൽ പോകുന്ന വഴിക്ക് ഒരു ഇരുട്ട് നടന്നപ്പോഴത്തെ എന്നാൽ വേറെ ടൈം ലൈനാണ്. അത്രയും സിമ്പിളായിട്ടാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് അതിൽ എങ്ങനെ തിരിച്ച് വരണം എന്നുള്ളത് മാത്രം അവർ പറയുന്നില്ല. അതാണ് ഈ ഒരു സിനിമ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. അവസാനം ഈ വസന്ത് അരണ്യെ കണ്ടുപിടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒറിജിനൽ ടൈം ലൈനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു സിനിമ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത സിനിമ അല്ലെങ്കിൽ സ്റ്റോറി എന്നല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ. പക്ഷേ അത് അങ്ങനെയല്ല അവർ അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ക്ലൈമാക്സിലെ ക്ലിഫ് ഹാങ്ങർ അടിപൊളിയായിട്ടാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു, നമുക്കൊരു തോട്ട് വരില്ലേ, അതേപോലെയൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്ലൈമാക്സ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒന്നും ചെയ്യാനില്ല, അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തെ മെയിനായിട്ടുള്ള റീസൺ. അല്ലെങ്കിൽ അത് ചെയ്തേ പറ്റുള്ളൂ എന്ന ഒരു രീതിയിൽ സിനിമ നിർത്തുന്നതും ഒരു ഹാപ്പി എൻഡിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ഹാപ്പി എൻഡിങ് ആയിട്ടൊക്കെയാണ് സിനിമ നിർത്തി പോകുന്നത്. ഇത് എവരി വൺസ് കപ്പ് ഓഫ് ടീ ആണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പ്രത്യേകിച്ച് ഈ സിനിമ
ജനറലി തമിഴ് സിനിമകൾ ഇങ്ങനെ എക്സ്പെരിമെൻ്റൽ സിനിമകൾ ചെയ്യാൻ ഭയങ്കരമായിട്ട് അവർക്ക് പാടാണ്. കാരണം ജനറൽ ഓഡിയൻസ് ഇങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടണം എന്നില്ല. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഒക്കെ ഇപ്പോൾ ഡാർക്ക് മാറ്ററൊക്കെ കണ്ട് കിളി പോകുന്ന, അല്ലെങ്കിൽ അനിമേഷൻ മാർവൽ DC ഒക്കെ കാണുന്ന അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ഒരു സിനിമ കാണും. അല്ലാതെ ഈ ഒരു ജനറൽ ഓഡിയൻസ് ഉണ്ടല്ലോ, എൻ്റർടൈനിങ് ആയിട്ട് വരുന്നത്, അവർക്ക് ഇത് ഇഷ്ടപ്പെടണം എന്നില്ല.